ഇന്നത്തെ വചനചിന്ത, ദൈവം ഒരുവനെ ഉയർത്തുവാൻ തുടങ്ങിയാൽ നിയോഗമുള്ളവനെ ഒളിപ്പിക്കുവാൻ മറച്ചു വയ്ക്കുവാൻ ഒരു കാലമുണ്ടെങ്കിൽ ഭക്തനായ ഏലിയെ അവനെ പുറത്തു കൊണ്ടുവരുവാനും പ്രദർശിപ്പിക്കുവാനും ദൈവം ഒരു കാലം ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോഴുള്ള സാഹചര്യം ഓർത്ത് നിരാശപ്പെടരുതേ. ഭക്തനായ ദാവീദിനെ വനാന്തരത്തിൽ ദൈവം മറച്ചു വെച്ചുവെങ്കിൽ ദൈവത്തെ ആരാധിക്കുന്ന ഭക്തനായ ദാവീദിനെ ദൈവം ഇസ്രായേലിൻ്റെ രാജാവാക്കി പ്രദർശിപ്പിച്ചു. കാരാഗൃഹത്തിൽ ഭക്തനായ യോസേഫ് ഏറെ കാലം മറയപ്പെട്ടുവെങ്കിലും വിശ്വസ്തനായ യോസേഫിനെ മിസ്രൈമിൽ രണ്ടാമനാക്കി മാറ്റി ദൈവം ഉയർത്തുവാനിടയായി. ദൈവം ഒരുവനെ ഉയർത്തുവാൻ തീരുമാനിച്ചാൽ അതിനെ തടുക്കുവാൻ ആർക്കും കഴിയുകയില്ല. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ആകാശത്തിന് കീഴിലുള്ള സകല കാര്യത്തിനും ഒരു കാലമുണ്ട്. അവൻ സകലവും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്യും. ഇതാ, വഴിയിൽ നിന്നെ കാക്കേണ്ടതിന് ഞാൻ നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിനും ഞാനൊരു ദൂതനെ നിൻ്റെ മുമ്പിൽ അയക്കുന്നു. നീ അവനെ ശ്രദ്ധിച്ച് അവൻ്റെ വാക്ക് കേൾക്കണം. അവനോട് വിഘടിക്കാതിരുന്നാൽ നീ അവൻ്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് ഞാൻ കൽപ്പിക്കുന്നതൊക്കെയും ചെയ്താൽ നിന്നെ പകയ്ക്കുന്നവരെ ഞാൻ പകയ്ക്കും, നിന്നെ ഞെരുക്കുന്നവരെ ഞാൻ ഞെരുക്കും. ദൈവത്തിൻ്റെ വാക്കിനെ ശ്രദ്ധയോടെ കേട്ട് ചെയ്യുന്നവരെ ഞെരുക്കുന്നവരെ പകയ്ക്കുന്നവരെ ദൈവം ന്യായം വിധിക്കും. ഭക്തനായ മോശെ കൈ ഉയർത്തുമ്പോൾ ഇസ്രായേൽ ജനം ജയിക്കും. കൈ താഴ്ത്തുമ്പോൾ അമാലേക്ക് ജയിക്കും. ദൈവത്തിൻ്റെ ജയത്തിനായ അഹരോനും ഹൂരും അപ്പുറവും ഇപ്പുറവും ഇരുന്ന് കൈതാങ്ങി കൂട്ടായ്മ കാണിച്ചപ്പോൾ ഇസ്രായേൽ ജനം ജയിച്ചതുപോലെ താങ്കളുടെ ജീവിതത്തിലും ശത്രുവിൻ്റെ മേൽ ജയം പ്രാപിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയിൽ നമ്മുടെ കരം എപ്പോഴും ഉയർന്നിരിക്കട്ടെ. അപ്പോഴെല്ലാം ജയം നമുക്കത്രേ. താഴ്വരയുടെ അവസ്ഥയിലൂടെ കടന്നുപോയാലും, ആഴിയുടെ ആഴത്തിലുള്ള അവസ്ഥയിലൂടെ കടന്നുപോയാലും, മരുഭൂമിയുടെ അവസ്ഥയിലൂടെ കടന്നുപോയാലും, അവിടെയും എവിടെയും താങ്കളെ താങ്ങുന്ന കരുതുന്ന കരമുണ്ട്. അത് ദൈവത്തിൻ്റെ വലം കരമാണ്. തിരുവചനം ഇപ്രകാരം വിളിച്ചു പറയുന്നു: അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവൻ്റെ മേലിട്ടുകൊള്ളുവൻ. പ്രാർത്ഥിക്കുന്ന ദാനിയേലിനെ സിംഹക്കുഴിയിലിട്ട് വാതിലടച്ചാലും പ്രാർത്ഥനയുടെ മറുപടി ആ വാതിലിനെ തുറന്നു പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. പ്രാർത്ഥിക്കുന്ന യോസേഫിനെ കാരാഗൃഹത്തിലിട്ടാലും വാഗ്ദത്തം പൂർത്തീകരിക്കുന്ന ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടിയായി, ദർശനത്തിന് മറുപടിയായി സ്വർഗം പ്രവർത്തിക്കും. ഗെത്സമനയിൽ നിന്ന് യാത്ര ചെയ്ത കർത്താവ് യേശു ക്രിസ്തുവിനെ കല്ലറയുടെ വാതിലടച്ചാലും പ്രാർത്ഥനയുടെ മറുപടി ആ കല്ലറയുടെ വാതിലിനെ തുറന്നതുപോലെ പ്രാർത്ഥിക്കുന്ന ദൈവജനമേ, പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മേൽ അടഞ്ഞ വാതിലുകൾ തുറക്കുന്ന സമയമുണ്ട്. വിശ്വസിക്കുക, വർഷങ്ങളാൽ താങ്കൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയത്തിൻ്റെ മറുപടി ഇതാകുന്നു. മോശെ എന്ന കുഞ്ഞിന് എന്ത് സംഭവിക്കുമെന്ന് സഹോദരി മിരിയാം ദൂരത്തു നിന്ന് നോക്കുമ്പോൾ ഏത് കൊട്ടാരത്തിൽ നിന്നാണോ ആൺകുഞ്ഞിനെ കൊല്ലണമെന്ന കൽപ്പന പുറപ്പെടുവിച്ചത്, അവിടുന്ന് തന്നെ അതേ ഫറവോൻ്റെ പുത്രിയെ അവൻ കിടക്കുന്നിടത്ത് കൊണ്ടുവന്ന് ഈ കുഞ്ഞിനെ വളർത്തണം എന്ന കൽപ്പന പുറപ്പെടുവിച്ചുവെങ്കിൽ എന്ത് ഭവിക്കുമെന്ന് കാത്തുനിന്ന തൻ്റെ സഹോദരിയുടെ കൺമുൻപിൽ ദൈവം തൻ്റെ അത്ഭുത പ്രവൃത്തി ചെയ്തു വിടുവിച്ചതുപോലെ താങ്കൾക്ക് എന്ത് ഭവിക്കുമെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നതിന് മുമ്പിൽ ദൈവം തൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തി താങ്കളെ ഒരു അത്ഭുത വിഷയമാക്കി ദൈവം നിശ്ചയമായി താങ്കളെ ഉയർത്തും. ആകയാൽ ദൈവിക പദ്ധതിക്ക് അനുസരിച്ചനിപ്പാൻ, ദൈവകരങ്ങളിൽ പൂർണ്ണമായി സമർപ്പിക്കാൻ വചനം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരം നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.